നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹീതരെ, വീണ്ടും നാം എല്ലാവരും ഒരു തിരുപ്പിറവി കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാപികളായ നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ നാം എല്ലാവരും ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനേക വാതിലുകളിൽ മുട്ടിയ യോസഫിനും മറിയമിനും കുഞ്ഞിന് ജനിക്കുവാൻ ഒരിടം ലഭിച്ചില്ല. ഇടം ലഭിക്കുന്നത് ഒരു കാലിത്തൊഴുത്തിലാണ്. ആ കാലിത്തൊഴുത്ത് മനോഹരമായ ഒരു ദേവാലയമായി മാറി അവിടെ മാലാഖമാരുടെ സ്തുതികളും സ്തോത്രങ്ങളും ഉയരുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ വാതിലുകൾ ക്രിസ്തുവിന് വേണ്ടി തുറക്കപ്പെടുവാൻ സാധ്യമാകും. ഈ തിരുപ്പിറവിക്കാലത്ത് ക്രിസ്തു നമ്മുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടി വിളിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി. ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ആ വാതിലുകളിൽ മുട്ടിയിട്ട് തുറക്കപ്പെടാതെ ഇരുന്നത് പോലെ നമ്മുടെ ഹൃദയവാതിലുകൾ ക്രിസ്തുവിനു വേണ്ടി അടയ്ക്കപ്പെടരുത്. മറിച്ച് ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നാം എല്ലാവരും ഒരുങ്ങണം. ആ ഒരുക്കത്തിലൂടെ പുതിയ സൃഷ്ടിയായി ദൈവത്തിന്റെ മന്ദിരമായി തീരുവാൻ ഈ തിരുപ്പിറവിക്കാലം നമുക്ക് സാധ്യമാകണം. എല്ലാവർക്കും തിരുപ്പിറവിയുടെ എല്ലാ ആശംസകളും നവവത്സരത്തിന്റെ എല്ലാ കൃപകളും നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.